SLC ഓണപരീക്ഷയിലെ ജിയോഗ്രഫി SLC ഓണം എക്സാമിന് നിങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്ന ജിയോഗ്രഫി വിഷയത്തിൽ നിന്ന് ഒരു ബമ്പർ പ്രഡിക്ഷൻ ആണ്. തീർച്ചയായിട്ടും ഈ രണ്ട് ചോദ്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ നോക്കിയിട്ടേ പോകാവൂ. പരീക്ഷയ്ക്ക് കയ്യിൽ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും ഓർക്കും. അപ്പോൾ രണ്ട് ചോദ്യമാണ്. അതിൽ ഒന്നാമത്തേത് 3 മാർക്കിനോ അല്ലെങ്കിൽ 2 മാർക്കിനോ ചോദിച്ചേക്കാവുന്ന ഒന്നാണ്. എന്താണ് പരിക്രമണം, അതുപോലെ തന്നെ എന്താണ് ഭ്രമണം, അതായത് റൊട്ടേഷനും അതുപോലെ തന്നെ സൂര്യനെ ചുറ്റുന്നതുമായിട്ടുള്ള രണ്ടിൻ്റെയും പ്രത്യേകതകൾ, അതിൻ്റെ സവിശേഷതകൾ നോക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം വീണ്ടും ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ചോദ്യമാണ്. വാട്ട് ഈസ് ഗ്രീനിഷ് ലൈൻ ആൻഡ് ഓൾസോ വാട്ട് ഈസ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ. അപ്പോൾ അതിൻ്റെ ഡിഗ്രിയും അതിൻ്റെ ബാക്കി കാര്യങ്ങളും പൊസിഷനും എല്ലാം മനസ്സിലാക്കി വെക്കുക. ഈ 2 ചോദ്യങ്ങൾക്ക് പുറമെ മറ്റൊന്ന് നമുക്കറിയാം, ആദ്യത്തെ 3 ചാപ്റ്റേഴ്സോളം ഓണപരീക്ഷയ്ക്കുണ്ട്. അപ്പോൾ വീണ്ടും തരംതിരിച്ച് എഴുതുക അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ലാൻഡ് ബ്രീസ് ആൻഡ് അതുപോലെ സീ ബ്രീസ്. അപ്പോൾ അത് ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ, എങ്ങനെയാണ് കാറ്റിൻ്റെ ഡയറക്ഷൻ, എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ്, നിങ്ങൾക്ക് ഒരു സാധാരണ ബോക്സ് വരച്ച് ഡിസ്റ്റിങ്വിഷ് ചെയ്ത് എഴുതാവുന്ന തരത്തിൽ പഠിച്ച് ഓർമ്മിച്ച് വയ്ക്കുക. ഈ 3 ചോദ്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 3 ഏകദേശം എല്ലാം കൂടി ചേർത്തൊരു 10 മാർക്കിനകത്ത് നിങ്ങളുടെ ഓണപരീക്ഷയുടെ ജോഗ്രഫി പോർഷനിൽ നിന്ന് ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്, പക്ക ഷുവറാണ്. തീർച്ചയായിട്ടും ഓർമ്മിച്ച് വയ്ക്കുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്ക്.